ദൈവനാമത്വം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നിങ്ങൾ മുന്നിൽ ദൈവം സർവ്വവ്യാപിയാണ് എന്നുള്ളൊരു വിഷയവുമായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാനായിട്ട് ദൈവം എനിക്ക് അവസരം നൽകിയതിനായ സ്തോത്രം. പ്രിയമുള്ളവരെ, നാം ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. നമ്മൾ എവിടെ ചെന്നാലും ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടും. മഹത്വമേറിയ അവൻ്റെയായ സൃഷ്ടിയിലൂടെയും അവൻ നമ്മളോട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതായ ആ രീതികളിലെല്ലാം നാം നോക്കുമ്പോൾ നാം എവിടെ എത്തിയാലും അവൻ്റെയായ സാന്നിധ്യം എപ്പോഴും നമ്മോടുകൂടെ ഉണ്ട് എന്ന് നമുക്ക് ശരിയായ രീതിയിൽ നീ ക്രിസ്തുവുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിലായിരിക്കുന്നുവെങ്കിൽ നിനക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ടി വിക്ക് മുന്നിൽ നിങ്ങൾ ഈ വാർത്ത അല്ലെങ്കിൽ ഈ വിഷയം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ, ഈ സുവാർത്ത നിങ്ങൾ ശ്രവിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നിങ്ങളുടെ ദൈവ സാന്നിധ്യം നിങ്ങളോടുകൂടെ ഉണ്ട്. സങ്കീർത്തനങ്ങൾ 24-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ, ഒന്നാമത്തെ വാക്യം, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്ക് ഉള്ളതാകുന്നു എന്നാണ് പറയുന്നത്. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. യേശുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലായിടത്തുമുണ്ട്. കാരണമെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള സകലതും അവനിലുള്ളതാണ്. ഇതിലെല്ലാം അവൻ്റെയായ സാന്നിധ്യമുണ്ട്. അതിൽ ഒന്ന് തന്നെ അതിൽ നിന്ന് ഒട്ടൊഴിയാതെ, അത് വിട്ടുമാറി നിൽക്കാതെ സകലത്തിൻ്റെയും ഉടയവനായി കാണപ്പെടുന്ന കർത്താവിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ആ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ പല തലങ്ങളിലും നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വേദപുസ്തകത്തിൻ്റെ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് നമുക്ക് കഴിയും. ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യത്തിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യം എന്താണ് പറയുന്നത്? നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എന്താണ് ഇവിടെ? തിരുവചന സത്യങ്ങൾ നമ്മൾ ശോധന ചെയ്തുകൊണ്ട് അതിൽ ആ നിത്യജീവൻ ഉണ്ടോ എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് അവൻ്റെയായ സാന്നിധ്യത്തെ നമ്മൾ എപ്പോഴും അറിഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ അത്ഭുതകരമായി നമ്മളെ വഴി നടത്തും. പ്രിയമുള്ളവരെ, തിരുവചന സത്യങ്ങളെ നമ്മൾ ആരാഞ്ഞ് ഓരോ തലങ്ങളിലും അത് ഓരോ വിഷയങ്ങളിലും ദൈവത്തിൻ്റെ ആ സാന്നിധ്യം നിങ്ങളോട് അനുഭവിക്കുവാനായിട്ട്, അവൻ്റെയായ സാന്നിധ്യത്തിൽ അധിവസിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അവിടെ അവൻ എന്താണ് ഇവിടെ പറയുന്നത്? എങ്കിലും എന്താണ് അടുത്ത വാക്യം? 40-ാമത്തെ വാക്യം പറയുന്നു, എങ്കിലും ഞാൻ ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല എന്നാണ് പറയുന്നത്. ഇവിടെ അവൻ്റെയായ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ടെങ്കിലും പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും അവൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ഓടി ഒളിയുവാനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. അവൻ്റെ അടുക്കലേക്ക് കടന്നു വരുവാനായിട്ട് മനസ്സില്ലാത്ത ഒരു അനുഭവത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, യേശുവിനെ കുറിച്ച് എല്ലാ രീതിയിലും സാക്ഷ്യം പറയുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. തിരുവചന സത്യങ്ങൾ അവനെക്കുറിച്ച് സാക്ഷീകരിക്കുന്നു. എന്നാൽ ഈ സത്യമറിയാതെ ആ ജീവൻ്റെ പുതുക്കത്തിൽ, അനുഭവത്തിൽ, ആ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമില്ല, ആ താല്പര്യമില്ലാത്തൊരു അവസ്ഥയിൽ ആണ് നാം ജീവിക്കുന്നത്. 40-ാമത്തെ വാക്യം ഒന്നും കൂടി പറയട്ടെ, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. അനേകർ എന്താണ് ഇന്ന് അവർ ഈ ലോകത്തിൽ ജീവിക്കുന്നത്? ആ നിത്യജീവനെക്കുറിച്ച്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ അവൻ്റെ നടത്തിപ്പിനെക്കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാതെയാണ് ഇന്ന് അനേകർ ഈ ലോകത്തിൽ ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അനേകർക്ക് ആഹ്വാനം ലഭിച്ച ശേഷവും അവൻ്റെ സന്നിധിയിലേക്ക്, അവൻ്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് അനേകർ ഇന്ന് വളരെയധികം അവർക്ക് അനേക വിധത്തിൽ എന്താണ്, ഞങ്ങൾക്ക് ഈ തിരക്കുണ്ട്, അങ്ങനെയുള്ള കാര്യം ചെയ്യണം,
ഇങ്ങനെയുള്ള കാര്യം ചെയ്യണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരിക എന്ന് പറയുമ്പോൾ അവർ പറയും, സാറേ അന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുള്ളത്, ഒരു കാര്യമല്ല 2 കാര്യം ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് വരുവാനായിട്ട് സാധ്യമല്ല എന്ന് അനേകർ ദൈവ സാന്നിധ്യത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അവർ ഓടിപ്പോകുന്നതായിട്ടാണ് നാം കാണുന്നത്. അങ്ങനെ നമ്മൾ ജീവിക്കാതെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ എപ്പോഴും അധിവസിക്കുന്നവരായിട്ട് നാം കാണപ്പെടണം എന്ന് തന്നെയാണ് ഇവിടെ വചനം പറയുന്നത്. നമുക്ക് യെശയ്യാവിൻ്റെ പ്രവചനം അവിടെ 59-ാം അധ്യായം 12-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവചനം 59-ന്റെ 12-ാമത്തെ വാക്യം എന്താണ് പറയുന്നത്? ഞങ്ങളുടെ അതിക്രമങ്ങൾ നിന്റെ മുമ്പാകെ പെരുകിയിരിക്കുന്നു, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു, ഞങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു, ഞങ്ങളുടെ അകൃത്യങ്ങളെ ഞങ്ങൾ അറിയുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ ദൈവത്തിൻ്റെ അതിക്രമങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവത്തിനെതിരായിട്ടുള്ള അതിക്രമങ്ങൾ അത് ഞങ്ങൾ തിരിച്ചറിയുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നാം ദൈവത്തിൻ്റെ ആ ദൈവ സാന്നിധ്യം നമ്മളിൽ നിന്ന് അകന്ന്, നമ്മൾ അതിൽ നിന്ന് മാറി അതിൽ നിന്ന് അകന്ന് നിൽക്കുവാനുള്ള കാരണം എന്താണ്? ഇവിടെ വചനം പറയുന്നത് വളരെ വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം പ്രിയരെ. അവിടെ വചനം പറയുന്നത് എന്താണ് പറയുന്നത്? ഞങ്ങളുടെ അതിക്രമങ്ങൾ നിന്റെ മുമ്പാകെ പെരുകിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ആ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് നമുക്ക് കഴിയാത്തതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആ അതിക്രമങ്ങൾ പെരുകിയിരിക്കുന്നത് കൊണ്ടാണ് ദൈവീയ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കാത്തത്. അവൻ്റെ സാന്നിധ്യം എല്ലായിടത്തുമുണ്ട്, എന്നാൽ മനുഷ്യർക്ക് ആ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് കഴിയുന്നില്ല. കാര്യമെന്ന് പറഞ്ഞാൽ അതിന് കാരണം നമ്മുടെ അതിക്രമങ്ങൾ തന്നെയാണ്. അനേകമായി പെരുകിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു. നാം ചെയ്തതായ തെറ്റുകൾ, നമ്മൾ ചെയ്തതായ അകൃത്യങ്ങൾ, നാം ചെയ്തതായ എല്ലാവിധമായ ദുഷ്പ്രവൃത്തികൾ നമുക്ക് എതിരായിട്ട് ദൈവസന്നിധിയിൽ സാക്ഷീകരിക്കുന്നു. അങ്ങനെ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ, ഞങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു, ഞങ്ങളുടെ അതിക്രമങ്ങളെ ഞങ്ങൾ അറിയുന്നു. ആ ചെയ്തതായ തെറ്റുകുറ്റങ്ങളെല്ലാം ഞങ്ങൾ അറിയുന്നു. ഇന്ന് പ്രിയരെ, അനേകർ അറിഞ്ഞുകൊണ്ട് വീണ്ടും 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 എന്താണ് അവർ അനേകവിധമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ വിധമായ ഈ പാപബന്ധനമാണ് നമ്മളെ ശരിയായ രീതിയിൽ അവൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മളെ അകറ്റുന്നത്. ആയതിനാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവൻ്റെ സാന്നിധ്യം അവിടെ എല്ലായിടത്തും ഉണ്ടെങ്കിലും നമ്മൾ എന്താണ് അവൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് അകന്ന് വസിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഇന്ന് നീ വീട്ടിലായിരുന്നാലും ശരി, നീ ജോലി സ്ഥലത്തിലായിരുന്നാലും ശരി, അത് നിങ്ങൾ എവിടെയായിരുന്നാലും ശരി, നീ ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിൽ നീ അധിവസിക്കുന്ന ഒരു മകനായിട്ട്, മകളായിട്ട്, ദാസിയായിട്ട് അങ്ങനെ നീ ജീവിക്കുന്നുണ്ടോ എന്ന് നീ നിന്നെ തന്നെ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ നന്നായിരിക്കും പ്രിയരെ. നമ്മൾ ഈ അന്ത്യ കാലഘട്ടത്തിൽ ജീവിക്കുന്നതായ നമ്മൾ ദൈവ സാന്നിധ്യത്തിൽ തന്നെയാണോ ജീവിക്കുന്നത്? നമ്മുടെ അകൃത്യങ്ങൾ, നമ്മുടെ ചിന്തകളും ആ മാലിന്യമായ ചിന്തകൾ നമ്മളെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും. നമ്മൾ അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഇവിടെ ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. യോഹന്നാൻ 3:11 ഇവിടെ പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു, ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നില്ല താനും എന്നാണ് പറയുന്നത്. ഇവിടെ വചനം എത്രയോ വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞാലും ആ വചനത്തിന് അടിസ്ഥാനം അത്, അല്ലെങ്കിൽ അത് കൈക്കൊള്ളുവാനായിട്ട് ഒരു മനസ്സില്ലാത്ത അങ്ങനെയുള്ള ഒരു മനോഭാവമാണ് ഇന്ന് അനേകർക്ക് ഉള്ളത് എന്ന് നാം കാണുന്നു. ഞങ്ങൾ ദൈവത്തെക്കുറിച്ച് നിങ്ങളോട് ഞങ്ങൾ പ്രസ്താവിക്കുന്നു,
ഞങ്ങൾ കണ്ടത് സാക്ഷീകരിക്കുന്നു, എന്നാൽ ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നില്ല താനും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സാക്ഷ്യം കൈക്കൊള്ളുന്ന ജനമായിട്ട്, ഒരു ജനതയായിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്? അനേക കാര്യങ്ങൾ കണ്ടതും കേട്ടതും എല്ലാം ശിഷ്യന്മാർ പ്രസ്താവിച്ചുവെങ്കിലും അത് നമ്മളെന്താണ്, അത് വിശ്വസിക്കുവാനോ അത് കൈക്കൊള്ളുവാനോ മനസ്സില്ലാതിരിക്കുന്ന വേറെ ഒരു കാരണമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റാത്തത്. അനേകരെന്താണ് ഇതെല്ലാം കണ്ടാലും ഇതെല്ലാം അവർ ദർശിച്ചാലും എന്നാലും അത് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ ആ ജീവിതത്തിൽ എപ്പോഴും എന്താണ്, യേശുവിൻ്റെ ഉപദേശങ്ങൾ കൈക്കൊള്ളുവാനും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനും നമുക്ക് എപ്പോഴും മനസ്സുള്ളവരായിരിക്കണം. എന്നാൽ മാത്രമേ യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ. പ്രിയമുള്ളവരെ, അവൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് നമുക്ക് ആർക്കും വിട്ടൊഴിഞ്ഞ് മാറി നിൽക്കുവാൻ പറ്റില്ല. എന്നാൽ നമ്മളുടെ പാപത്തിൻ്റെ ആ ബന്ധനം, എന്നാൽ നമ്മളുടെ അതിക്രമങ്ങൾ, അവൻ്റെ ഉപദേശങ്ങളെ നമ്മൾ കൈക്കൊള്ളാതിരിക്കുമ്പോൾ അവൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയാത്തൊരു അവസ്ഥയിലായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. നമുക്കും അവനും തമ്മിൽ ഒരു വലിയൊരു മറ അല്ലെങ്കിൽ ഒരു ചുവര് നമ്മൾ സ്ഥാപിക്കുന്നു എന്ന് നാം കാണുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് അങ്ങനെയുള്ള ഒരു വലിയൊരു പാപത്തിൻ്റെ ഒരു വലയം ചുറ്റും നമ്മൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അവനുമായിട്ട് നമുക്ക് ആത്മീയമായ ഒരു കൂട്ടായ്മ നമുക്ക് ഉണ്ടാകാതെ, ഒരു ആത്മീയമായ അവനുമായുള്ള ഒരു സംഭാഷണം നടത്തുവാൻ സാധിക്കാതെ, അവനുമായി പ്രാർത്ഥിക്കാൻ കഴിയാതെ, അവനുമായുള്ള ഒരു ഐക്യം നമ്മൾ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ ആത്മീയ അച്ചടക്കമില്ലാത്തവരായി നമ്മൾ ജീവിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ തുടർന്ന് നമുക്ക് നോക്കാം, 1 യോഹന്നാൻ 4:14 എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. 1 യോഹന്നാൻ 4:14 എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. 1 യോഹന്നാൻ 4:14 പറയുന്നത് എന്താണ്? അവൻ്റെ ഇഷ്ടം പ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ നാം എന്താണ് ചെയ്യുന്നത്? അവിടെ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് ആദ്യം തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കണമെങ്കിൽ നീ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ അവൻ നിനക്ക് നൽകണമെങ്കിൽ അതിൽ ആദ്യം തന്നെ പറയുന്നു, ദൈവ ഇഷ്ടം നീ എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നിനക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് അനേക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ യാചിക്കുന്നു, അനേക ഇടങ്ങളിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നു, ദൈവത്തോട് അപേക്ഷ കഴിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കാതെ, അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാതെ നമുക്കത് വേണം ഇത് വേണമെന്ന് ദൈവസന്നിധിയിൽ യാചിച്ചിട്ട് യാതൊരു വിധമായ കാര്യവുമില്ല. ദൈവ ഇഷ്ടം നീ ചെയ്താൽ മാത്രമേ ദൈവത്തിൻ്റെ സാന്നിധ്യം നിനക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അതിനാൽ ആദ്യം ദൈവ ഇഷ്ടം എന്താണെന്ന് നീ തിരിച്ചറിയുക. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത് അതാണ് എൻ്റെ ആഹാരമെന്ന് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ്, അതാണ് എൻ്റെ ആഹാരം. അതുപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം നീ അറിയണമെങ്കിൽ, അത് തിരിച്ചറിയണമെങ്കിൽ, അവനിൽ അധിവസിക്കണമെങ്കിൽ ആദ്യം നീ ദൈവ ഇഷ്ടം എന്താണെന്ന് നീ തിരിച്ചറിയണം. എന്നാൽ മാത്രമേ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ നമ്മൾ അപേക്ഷിക്കുന്ന അപേക്ഷകളെല്ലാം അവന് കൈക്കൊണ്ടുകൊണ്ട് അവൻ നമുക്ക് ഉത്തരം അരുളണമെങ്കിൽ നാം ദൈവ ഇഷ്ടം നമ്മൾ ചെയ്യുന്ന മക്കളായി, ദൈവ ഇഷ്ടപ്രകാരം ചിന്തിക്കുന്നവരായി, അവൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ കാര്യങ്ങൾ ഓരോന്നിലും നമ്മൾ പങ്കുകൊള്ളുന്നവരായി നാം ജീവിക്കണം. പ്രിയമുള്ളവരെ, എന്നാൽ മാത്രമേ നമുക്ക് അവൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ച് അറിയുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. അങ്ങനെ തിരുവചനത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ കൂടുതലായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അങ്ങനെ തന്നെ ആ ദൈവത്തിൻ്റെ ആ ഇഷ്ടപ്രകാരവും
അങ്ങനെ ദൈവഇഷ്ടപ്രകാരവും അപേക്ഷകൾ നമ്മൾ കഴിക്കുമ്പോഴും നമുക്ക് അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. അവൻ്റെ ഇഷ്ടം പ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യം ആകുന്നു എന്നാണ് പറയുന്നത്. നമ്മളുടെ അപേക്ഷകൾ കേൾക്കുന്ന ഒരു അവസ്ഥയിലാണോ നമ്മളുടെ ജീവിതം നമ്മൾ നയിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. നമുക്ക് വെളിപ്പാട് പ്രവചനം 22-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 22:16 എന്താണ് പറയുന്നത്? യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പീൻ. എൻ്റെ ദൂതനെ അയച്ച് ഞാൻ ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവും ആകുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ആ ഉദയനക്ഷത്രമായ കർത്താവായ യേശു ക്രിസ്തുവിനെ അവൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കണമെങ്കിൽ, യേശുവിനെ കുറിച്ചുള്ളതായ ആ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകണമെങ്കിൽ പ്രിയമുള്ളവരെ, ആ ഉദയനക്ഷത്രം, ആ ദാവീദിൻ്റെ വംശത്തിലുള്ളതായ ആ വേരും വംശവും എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ. നമുക്ക് അറിയാം, ആ രൂത്ത് തൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു തീരുമാനം എടുത്തുകൊണ്ട് ആ നവോമിയുടെ കൂടെ ആ നവോമിയോടുകൂടി പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിൻ്റെ ദൈവം എൻ്റെ ദൈവമെന്ന് അവൾ ആ ഒരു വാക്ക് പ്രസ്താവിച്ചതുപോലെ തന്നെ ഇവിടെ ദൈവം വലിയൊരു അനുഗ്രഹമാണ് നൽകിയത്. യേശു ക്രിസ്തുവിൻ്റെ ആ ജീവിതത്തിൽ അതിൻ്റെ ആ വംശത്തിൻ്റെ ആരംഭത്തിൽ ഒബേദിൻ്റെ അമ്മയായി മാറുവാനായിട്ട് യേശു ഒരു അവസരം അവിടെ രൂത്തിന് നൽകി. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ യേശുവിനെ തിരിച്ചറിയുന്നുണ്ടോ? അവൻ്റെ സാന്നിധ്യത്തിനായി നമ്മൾ വാഞ്ചിക്കുന്നവരായിട്ടാണോ ജീവിക്കുന്നത്? അങ്ങേ കർത്താവേ, അങ്ങ് അടിയൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണമേ നാഥാ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവമേ അങ്ങയുടെ സാന്നിധ്യം അത് തിരിച്ചറിയുവാനായിട്ട്, അനുഭവിച്ചറിയുവാനായുള്ള അവസരങ്ങൾ എനിക്ക് ഉണ്ടാക്കി തരണമേ എന്ന് അങ്ങനെ പ്രാർത്ഥിക്കുന്നവരായി, അതിനുവേണ്ടി മോഹിക്കുന്നവരായി, അതിനുവേണ്ടി വാഞ്ചിക്കുന്നവരായി നമ്മൾ എപ്പോഴും ജീവിക്കുകയാണെങ്കിൽ കർത്താവായ ദൈവം നമ്മളുടെ ജീവിതത്തിൽ അവൻ കടന്നു വരുമെന്നതിൽ യാതൊരു വിധമായ സംശയവുമില്ല പ്രിയമുള്ളവരെ. അതിനാൽ യേശു നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് അവൻ്റെ സാന്നിധ്യത്താൽ നിറയ്ക്കുകയും അവൻ്റെ ആ ഒരു കൂട്ടായ്മ അനുഭവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ എപ്പോഴും സർവ്വവ്യാപിയായ ദൈവത്തിൻ്റെ ആ സന്നിധിയിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തുന്ന പാപബന്ധനങ്ങളിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞുകൊണ്ട്, ആ അതിക്രമങ്ങളിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞുകൊണ്ട്, ദൈവമേ നീ കടന്നു വരണമേ കർത്താവേ, അടിയനോട് ഇടപെടണമേ കർത്താവേ, അടിയനോട് ഇടപെടുക മാത്രമല്ല എൻ്റെ കുടുംബത്തോട്, എൻ്റെ കുടുംബാംഗങ്ങളോട് കർത്താവേ നീ ഇടപെടണമേ എന്ന് നീ പ്രാർത്ഥിക്കുക. ദൈവം നിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ ഇരിക്കുകയും ചരിക്കുകയും ചിന്തിക്കുകയും അങ്ങനെ നിൻ്റെ സാന്നിധ്യം ഞാൻ എപ്പോഴും അത് അടുത്തറിയുവാനുള്ള അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ നീ നൽകണമേ കർത്താവേ എന്ന് നാം പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് നിങ്ങളുടെ ജീവിതം ഒരു സൗരഭ്യ വാസനയായി മറ്റുള്ളവർക്ക് പകരുന്ന രീതിയിൽ, മറ്റുള്ളവർ എങ്ങനെയാണ് നിങ്ങൾ എവിടെ ചെന്നാലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വിളിച്ചറിയുന്ന ഒരു രീതിയിൽ നിങ്ങളുടെ സംഭാഷണങ്ങൾ മാറുവാനായിട്ട്, നിങ്ങളുടെ സാന്നിധ്യം അപ്രകാരം മാറുവാനായിട്ട് ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ എപ്പോഴും എവിടെ ആയിരുന്നാലും ശരി നമ്മളുടെ ജീവിതം എപ്പോഴും മറ്റുള്ളവർക്ക് ആത്മീയമായ സൗരഭ്യ വാസന പകരുന്ന രീതിയിൽ ആയി തീരട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുള്ള ഒരു ജീവിതം, ദൈവമായുള്ള അടുത്തുള്ളൊരു ജീവിതം, മറ്റുള്ളവർ അങ്ങനെയുള്ള ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ അത് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുമെന്നതിൽ സംശയമില്ല പ്രിയമുള്ളവരെ. ആയതിനാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവീയമായ വാസം നിങ്ങളോടുകൂടെ ഉണ്ടാകണമെങ്കിൽ എപ്പോഴും നമ്മൾ പാപത്തിൻ്റെ ആന്തരികമായ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞുകൊണ്ട് യേശുവിനോട് അടുത്ത് നമ്മൾ ജീവിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം പ്രിയമുള്ളവരെ. അനേക വ്യക്തികളെക്കുറിച്ച് പല അനുഭവങ്ങൾ എനിക്ക് പറയുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ. അനേക കാര്യങ്ങൾ പ്രിയ സഹോദരി നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇപ്രകാരം നിങ്ങൾ ജീവിക്കണമെന്ന് വലിയ ആഹ്വാനങ്ങൾ നൽകുമ്പോൾ അതിന്
മനസ്സ് കാണിക്കാതെ അങ്ങനെ ജീവിക്കുന്നു. ഞാൻ അടുത്തിടയ്ക്കായി ഒരു സഹോദരനെ ഞങ്ങൾ സെമിനാരിയിലേക്ക് ക്ഷണിക്കുകയും അവൻ കടന്നു വന്നു. എന്നാൽ അവൻ്റെതായ ആ പ്രവൃത്തിയും കാര്യങ്ങളുമെല്ലാം ഞങ്ങൾ മനസ്സിലാക്കി പിന്നീട് ശരിയായിക്കൊള്ളുമെന്ന് വിചാരിച്ചു. എന്നാൽ എപ്പോഴും അവൻ്റെ ആ പഴയ ജീവിതത്തെക്കുറിച്ച്, പഴയ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് അവൻ പല കാര്യങ്ങളും ഞങ്ങളോട് പങ്കുവെച്ചു കൊണ്ടേയിരുന്നു. എന്നാൽ രാവിലെയും വൈകിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഇടവിടാതെ ഞങ്ങൾ ഓരോ ക്ലാസ്സുകൾ നടത്തുമ്പോഴും പ്രാർത്ഥിക്കുകയും അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ പോലും ഇവൻ അവൻ്റെ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങൾ എന്തു തന്നെയാണെന്ന് അവൻ വെളിപ്പെടുത്താതെ അവൻ ജീവിക്കുന്നത് എങ്ങനെയായിരുന്നെന്ന് പറഞ്ഞാൽ അവൻ്റെതായ ആ ലൗകികമായ കാര്യങ്ങളിൽ തന്നെ അവൻ്റെതായ ആ ചിന്തകൾ മുഴുകിക്കൊണ്ടിരുന്നു. അവനെ വീട്ടിൽ വരുത്തി അവന് വേണ്ടിയതായ അവൻ ആ മേശയിൽ ഒരുമിച്ചിരുന്ന് അവന് ആഹാരമെല്ലാം വിളമ്പിക്കൊടുത്ത് അവൻ കഴിച്ച ശേഷം ഞാൻ പറഞ്ഞു, മോനെ നീ പോയി കിടന്ന് ഉറങ്ങിക്കൊള്ളുക, നമുക്ക് പിന്നീട് നമുക്ക് സംസാരിക്കാം, റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞു. എന്നാൽ പ്രിയമുള്ളവരെ, അവൻ്റെ ആ ലൗകിക മോഹങ്ങളിലേക്ക് എത്തിപ്പെടുവാനായിട്ട് അവൻ അവിടെ നിന്ന് കടന്നുപോയി. അവന് പിന്നീട് ഒരു അവസരം അവന് ലഭിക്കുമെന്ന് കരുതിയാണ് അവൻ പോയത്. പക്ഷേ പ്രിയമുള്ളവരെ, അവൻ്റെതായ ആ ബന്ധനത്തിൽ നിന്ന് വിമുക്തി പ്രാപിച്ചുകൊണ്ട് തിരിച്ചു വരുവാനായിട്ട് അവൻ പരിശ്രമിക്കുന്നു. എങ്കിലും അവന് ആ ഒരു ബന്ധനത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടകന്ന് കടന്നു വന്ന് ദൈവസന്നിധിയിൽ അവനെ സമർപ്പിക്കുവാനായിട്ട് ഒരു മനസ്സ് അവന് പൂർണ്ണമായി ഇല്ലാതെ അവൻ വലിയൊരു അല്ലൽ ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഇന്ന് അങ്ങനെ തന്നെയാണ്. നമ്മളെന്താണ് ഒരു പാപത്തോടുകൂടി നമ്മൾക്കൊരു അടുത്ത ബന്ധം ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് അതിൽ നിന്ന് അകന്നു വരാൻ പറ്റാത്തൊരു അവസ്ഥയായി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം പൂർണ്ണമായിട്ട് നമുക്ക് അനുഭവിച്ച് അറിയുവാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. നമുക്ക് യോഹന്നാൻ 1-ാം അധ്യായം 14-ാമത്തെ വാക്യം അതിൻ്റെ 15-ാമത്തെ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ, വചനം ദൃഢമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു എന്നാണ് പറയുന്നത്. അവൻ നമ്മുടെ ഇടയിൽ പാർക്കുന്ന ദൈവമാണ്. അവൻ നമ്മോടുകൂടെ എപ്പോഴും ഉള്ള ദൈവമാണ്. അവൻ കൃപയും സത്യവും നിറഞ്ഞവനാണ്. പിതാവിൻ്റെ തേജസ് അവനിൽ ഞങ്ങൾ കണ്ടു എന്ന് ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ ഇടയിൽ അധിവസിക്കുന്ന ആ കർത്താവായ ദൈവം, അവൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ച് അറിഞ്ഞുകൊണ്ട് അവനിൽ കൂടെ നമ്മൾ ഇരിക്കുകയും ചരിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയും വേണമെന്ന് ആഗ്രഹിച്ചാൽ എന്തൊരു നല്ലൊരു അനുഭവമായിരിക്കും പ്രിയമുള്ളവരെ. നമുക്ക് മനസ്സിന് തന്നെ വലിയൊരു ശാന്തിയും സമാധാനവും നമുക്കുണ്ടാകും. എന്നാൽ ലോകത്തിൻ്റെ മോഹങ്ങളിലും അതിൻ്റെ ലൗകികമായ വലയങ്ങളിൽ അകപ്പെട്ട് ഇരിക്കുമ്പോൾ പലവിധമായ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുകയും പലവിധമായ കാര്യങ്ങൾ അതിലേക്ക് നമ്മളെ ഒന്നിനു പിറകെ ഒന്നായി നമ്മളെ വലിച്ച് ഇഴയ്ക്കുന്ന അനുഭവമാണ് നാം കാണുന്നത്. ആയതിനാൽ നമ്മൾ അങ്ങനെയുള്ള ചിന്തകളിൽ നിന്ന് നമ്മൾ പിന്തിരിയണം. നമ്മൾ അടുത്ത വാക്യം, യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ചു, എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പായി തീർന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറയുകയും ചെയ്തു. അങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെപ്പോഴും അനുഭവിച്ച് ആഗ്രഹിക്കുന്നവരായി ജീവിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, നിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ അടിയങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. യേശുവിൻ്റെ തന്നെ നാമത്തിൽ യാചിച്ചുകൊള്ളുന്ന പ്രാർത്ഥനകൾക്ക് നല്ല ദൈവമേ, ആമേൻ.